തൻ്റെ ധവളകാന്തിയാൽ ദിക്ചക്രങ്ങളെ ധവളമാക്കുന്നവളും ശ്രേഷ്ഠമായ ഹംസം വാഹനമായുള്ളവളും ആയ അല്ലയോ ബ്രാഹ്മീ ദേവി, നിന്തിരുവടി എന്നെ രക്ഷിക്കണമേ. ഇവിടെ സപ്തമാതൃക്കളെ ഓരോരുത്തരെയായി സ്തുതിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഒരു ശക്തിയാണ് ബ്രഹ്മാണി. 28. കരുണാം കുരു മഹേശ കൃവൈഭവേ. കരുണാം കുരു മഹേശി മഹേശ കൃവൈഭവേ. ഇവിടെ മഹേശകൃത വൈഭവേ, അല്ല കൃതവൈഭവേ എന്ന് വരണം. മഹേശകൃത വൈഭവേ, മഹേശ്വരനാൽ ചെയ്യപ്പെട്ട വൈഭവം രൂപമായിട്ടുള്ളവളെ എന്ന്, മഹേശന് വൈഭവത്തെ കൊടുത്തവളെ എന്നും നമുക്കിവിടെ വ്യാഖ്യാനിക്കാം. മഹേശ്വരി, അല്ലയോ മഹേശ്വരി ദേവി, കരുണാം കുരു, കരുണയെ തന്നാലും കാരുണ്യം കാണിക്കണമേ. മഹേശന്റെ ശക്തിയാണ് മാഹേശി. മഹേശനെ പോലെ തന്നെ ശൂലപാണിയായ അഹിമാലകളാൽ അലങ്കൃതയായി ത്രിനേത്രയായി ജടാജൂഢത്തിൽ ചന്ദ്രക്കല അണിഞ്ഞവളായി ശുംഭനിശുംഭന്മാരുമായുള്ള യുദ്ധത്തിൽ മാഹേശി പങ്കെടുക്കുന്നുണ്ട്. മാഹേശകൃത വൈഭവേ, അതാണ് അവിടെ എന്ന പ്രയോഗം കൊണ്ട് ദേവി ശിവാഭിന്നയാണെന്നും ശിവന്റെ എല്ലാ വൈഭവങ്ങളും ഉള്ളവളാണെന്നും ഇവിടെ നമുക്ക് വ്യാഖ്യാനിക്കാം. 29. മയൂരപുങ്കവാരൂഢവാഹനേ വരദായിനി. പുങ്കവാരൂഢവാഹനേ, മയൂരപുങ്കവത്തെ ശ്രേഷ്ഠമായ മയിലിനെ ആരൂഢവാഹനമാക്കിയവളെ, വരദായിനി വരം നൽകുന്നവളെ. ശ്രേഷ്ഠമായ മയൂരത്തെ വാഹനമാക്കിയ അല്ലയോ കൗമാരീ ദേവി, വരദായിനിയായ നിന്തിരുവടി എന്നിൽ കാരുണ്യം കാട്ടേണമേ. ഇനി 30-ാമത്തെ ശ്ലോകം. വൈഷ്ണവീ ത്വം വരാരോഹേ ത്രാഹി മാം ച ഫലപ്രദേ. വിഹംഗകുലാധീശ വരവാഹന വൈഭവേ. വിഹംഗമകുലാധീശ വരവാഹന വൈഭവേ. വൈഷ്ണവി, അല്ലയോ വൈഷ്ണവി ദേവി, വരാരോഹേ ശ്രേഷ്ഠമായ കടിപ്രദേശത്തോടു കൂടിയവളെ, സുന്ദരി, ഫലപ്രദേ ഫലം നൽകുന്നവളെ, കർമ്മങ്ങൾക്കു സത്ഫലം നൽകുന്നവളെ എന്നർത്ഥം. വിഹംഗമകുലാധീശ വരവാഹന വൈഭവേ. വിഹംഗമം കുലം, അധീശ വര വാഹന വൈഭവേ, അങ്ങനെയാണ് വരുന്നത്. പക്ഷികുലത്തിന് അധീശനായ ഗരുഡനെ വാഹനമാക്കിയ, അതായത് വിഷ്ണുവിൻ്റെ വൈഭവ രൂപം പൂണ്ടവളെ, വിഷ്ണുവിൻ്റെ വൈഭവം രൂപം പൂണ്ടവളെ എന്നൊരർത്ഥം. വിഷ്ണുമായ സ്വരൂപിണി എന്നർത്ഥം എന്നും വിഷ്ണുവിൻ്റെ ശക്തി എന്നും നമുക്കിവിടെ വ്യാഖ്യാനിക്കാം. ത്രാഹി മാം, എന്നെ രക്ഷിക്കണമേ. വരാരോഹയും ഗരുഡവാഹനനായ മഹാവിഷ്ണുവിൻ്റെ വൈഭവം രൂപം പൂണ്ടവളും ആയ ഹേ വൈഷ്ണവി ദേവി, നിന്തിരുവടി എന്നെ അനുഗ്രഹിക്കണമേ. വൈഷ്ണവങ്ങളായ ആയുധങ്ങളും, വൈഷ്ണവമായ ആയുധം രൂപത്തോടു കൂടിയവളും വർണ്ണത്തോടു കൂടി വിഷ്ണു ശക്തി ഗരുഡവാഹനയായി അസുരവംശനാശം വരുത്തുന്നത് ഇനി വേറൊരു ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. 31-ാമത്തെ ശ്ലോകം. ഏഹി വാരാഹി മേ ഭൂത്यै പുരതശ്ചക്ഷുഷോരിഹ മൃഗാംഗ ശകലോത്തംസേ മൃഗാധീശ്വരവാഹനേ. ഏഹി, അല്ലയോ വരാഹി ദേവി. ഏഹി വരാഹി, അല്ലയോ വരാഹി ദേവി. മേ, എൻ്റെ ഭൂത്യൈഹി ഭൂതിക്കായിക്കൊണ്ട്, ഐശ്വര്യത്തിനായിക്കൊണ്ട്, ചക്ഷുഷഃ പുരതഃ കണ്ണുകൾക്ക് മുമ്പിൽ, ഇഹ ഇവിടെ, ഏഹി വന്നെത്തേണമേ. അപ്പോൾ അല്ലയോ വരാഹി ദേവി വന്നെത്തേണമേ. ഏഹി വരാഹി വന്നെത്തേണമേ.
അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വന്നെത്തേണമേ. എന്തൊക്കെയായിട്ടാണ്, എന്താണ് ചോദിക്കുന്നത്? മൃഗാംഗ മൃഗാംഗ ശക മൃഗാങ്കശ ശക കലോത്തംസേ. മൃഗാംഗ, പിന്നെ മൃഗാംഗ ശകല ഉത്തംസേ. മൃഗാംഗൻ ചന്ദ്രൻ, മൃഗാംഗ ശകലം ചന്ദ്രകല, ഉത്തംസം ആഭരണം, ചന്ദ്രക്കല ആഭരണമായി ധരിച്ചവളെ. മൃഗാധീശ്വര വാഹനെ, മൃഗാധീശ്വരൻ വാഹനമായിട്ടുള്ളവനെ. അതായത് മൃഗാധീശ്വരൻ ആരാണ്? സിംഹം. സിംഹം വാഹനമായിട്ടുള്ളവളെ. അപ്പോൾ വാഹനെ, വാഹനമായിട്ടുള്ളവളെ. ഇനി ചന്ദ്രക്കല ആഭരണമായി അണിഞ്ഞവളും മൃഗാധീശ്വരനായ സിംഹത്തെ വാഹനമാക്കിയവളും ആയ വാരാഹി ദേവി, നിന്തിരുവടി എൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ എഴുന്നള്ളണമേ. ഇവിടെ എഴുന്നള്ളണമേ എന്ന് അർത്ഥം. ശ്ലോകം 32. ഐന്ദ്രീന്ദ്രാണി ച മേ ഭോഗം ദൃഢീകുരുദയാനിധേ മാഹേശീ പദ സംരബ്ധവരവാരണ വാഹനേ. ഐന്ദ്രീ, ഇന്ദ്രാണി, മാഹേശി. ഇന്ദ്രീന്ദ്രാണി മാഹേശി. ഇവിടെ മാഹേശി ഇന്ദ്രാണി രൂപത്തിൽ ദേവിയെ 3 പദങ്ങൾ കൊണ്ട് സംബോധന ചെയ്യുന്നതാണ്. പദസംരബ്ധവാരണ വാഹനേ. ഇങ്ങനെ വരവാരണ വാഹനേ. പദസംരബ്ധ വരവാരണ വാഹനേ. ക്ഷോഭിച്ച പദചലനങ്ങളോടുകൂടിയ ശ്രേഷ്ഠമായ ആനയെപ്പോലെ, അതായത് ഐരാവതത്തെ വാഹനമാക്കിയവളെ. പാദസംരബ്ധ എന്ന പ്രയോഗം അവിടെ ഐരാവതാരൂഢയായ ദേവിയുടെ യുദ്ധഭൂമിയിലുള്ള സഞ്ചാരത്തെയാണ് ഇവിടെ കുറിക്കുന്നത്. ദയാനിധേ, ദയയ്ക്ക് ഇരിപ്പിടമായിട്ടുള്ളവളെ. മേ ഭോഗം ദൃഢീകുരു, എൻ്റെ ഭോഗത്തെ ദൃഢമാക്കി തീർക്കണമേ. ഇവിടെ ഭോഗശബ്ദം കൊണ്ട് ലൗകിക ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളെയാണ് കുറിക്കുന്നത്. ഐശ്വര്യങ്ങൾ സാധാരണയായി അസ്ഥിരങ്ങളാണ്. ഇന്ദ്രൻ സ്വർഗാധിപതിയാണ്. ഇന്ദ്രശക്തിയായ ഇന്ദ്രാണിയും സ്വർഗഭോഗങ്ങൾക്ക് അധിപതിയാകയാൽ ഇവിടെ മഹേശ്വരിയുടെ ഐന്ദ്രീമൂർത്തിയോട് ദൃഢവും അചഞ്ചലവുമായ ഭോഗം നൽകാൻ അപേക്ഷിക്കുന്നു. അപ്പൊ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധികളും ഉണ്ടാകണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇന്ദ്രാണി രൂപയായ അല്ലയോ മാഹേശി, ക്ഷുബ്ധമായ പദചലനങ്ങളോടുകൂടിയ ഐരാവതത്തെ വാഹനമാക്കിയ നിന്തിരുവടി എൻ്റെ ഭോഗങ്ങളെ ദൃഢമാക്കി തീർക്കണമേ. അടുത്തത് ശ്ലോകം 33. നിജമംഗം മമരിപോഹോ ജഹിത്വം മുണ്ടമാലയാ ദർശയത്വം ചാമുണ്ടേ ചണ്ഡീ വിക്രമവിശ്രുതേ. ചാമുണ്ടേ, ചണ്ഡി, വിക്രമ വിശ്രുതേ, വിശ്രുതമായ വിക്രമമുള്ളവരും ചണ്ഡി, ഭയങ്കരിയമായ അല്ലയോ ചാമുണ്ടേ. നിജം അംഗം ദർശയ, സ്വന്തം രൂപം ദർശിപ്പിക്കണമേ. അതായത് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടണമേ. മമരിപോഹോ, മുണ്ടമാലയ ത്വം ജഹി, എൻ്റെ ശത്രുക്കളെ നിന്തിരുവടി മുണ്ടമാല കൊണ്ട് ജയിക്കണമേ. മുണ്ടമാലയ എന്നത് ഇവിടെ നിജമംഗം എന്നതിനോട് ചേർത്തും അന്വയിച്ച് കാണുന്നു. അപ്പോൾ മുണ്ടമാലയ നിജമംഗം ദർശയ എന്നാകും. ഇങ്ങനെ അന്വയിച്ചാൽ മുണ്ടമാലയണിഞ്ഞ സ്വന്തം രൂപം ദർശിപ്പിക്കണമേ എന്നർത്ഥമാണ് അവിടെ വരുന്നത്. വിക്രമ വിശ്രുതയും ചണ്ഡിയും ആയ അല്ലയോ ചാമുണ്ഡീ ദേവി, നിന്തിരുവടി സ്വന്തം രൂപം എനിക്ക് കാണുമാറാക്കണമേ. എൻ്റെ ശത്രുക്കളെ മുണ്ടമാല കൊണ്ട് നശിപ്പിക്കണമേ. അതായത് മുണ്ടമാലയോടു കൂടിയ നിന്തിരുവടിയുടെ രൂപം എന്ന് അവിടെ വ്യാഖ്യാനം. ഇനി ശ്ലോകം 34. പ്രതപ്തഹേമാലങ്കാര പ്രഭാപൂരിത ദിങ്മുഖാഃ പ്രാപ്തയേവോ വിഭൂതീനാം പ്രസന്നാഃ സന്തു മാതരഃ. ഇവിടെ 34-ാമത്തെ ശ്ലോകം ഈ ധ്യാനത്തിലെ അവസാനത്തെ ശ്ലോകമാണ്.
പ്രതപ്ത ഹേമാലങ്കാര പ്രഭാപൂരിത ദിങ്മുഖ. ഒറ്റ വാക്ക്. അതിനെ പ്രതപ്തം ഹേമ അലങ്കാര പ്രഭാപൂരിത ദിങ്മുഖാഹ. പ്രതപ്തം പഴുപ്പിച്ചത്, ചുട്ടു പഴുപ്പിച്ച സ്വർണാലങ്കാരങ്ങളുടെ പ്രഭ കൊണ്ട് ദിങ്മുഖങ്ങളാകെ പ്രഭാപൂരിതമാകുമാറ്. പ്രതപ്ത സ്വർണാഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള മാതരഹ മാതാക്കൾ, അതായത് സപ്തമാതാക്കൾ, വഹ നിങ്ങളുടെ വിഭൂതീനാം പ്രാപ്തയെ വിഭൂതിയെ പ്രാപ്തിക്കായിക്കൊണ്ട്, വിഭൂതികളുടെ പ്രാപ്തിക്കായിക്കൊണ്ട്, വിഭൂതികൾ ഇവിടെ പ്രാപ്തമാകുമാറ് എന്നർത്ഥം. പ്രസന്നാ സന്തു പ്രസന്നകളായി ഭവിക്കട്ടെ. അതായത് മുൻ ശ്ലോകങ്ങളിൽ സ്തുതിക്കപ്പെട്ട സപ്തമാതാക്കളെ വർണ്ണിക്കുന്നു. നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് ഇവിടെ സപ്തമാതാക്കളെ വർണ്ണിച്ചിട്ടുണ്ട്. ഇനി ഈ ദേവിമാരെല്ലാം പഴുപ്പിച്ച കറകളഞ്ഞ സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞവരാണ്. ആ ആഭരണങ്ങളുടെയും അവ അണിഞ്ഞിട്ടുള്ള ദേവിമാരുടെയും പ്രഭാപുരം ദിങ്മുഖങ്ങളെ, ദിങ്മുഖം ദിക്ക് മുഖം, അവിടെ ക്ക് എന്നാണ് നമ്മൾ പദച്ഛേദം ചെയ്യാറായത്. ദിക്കിൻ്റെ മുഖങ്ങൾ, ദിങ്മുഖങ്ങളെ പ്രകാശമാനമാക്കി തീർക്കുന്നു. ഇവരെല്ലാം ജഗന്മാതാവിൻ്റെ മൂർത്തിഭേദങ്ങളാണ്. ഭിന്നരൂപങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഇവരുടെ വിഭൂതികൾക്കും ഭിന്ന സ്വഭാവം ഒട്ടൊക്കെ ഉണ്ട്. മാതാക്കളോട് അവരുടെ വിഭൂതികൾ ഉപാസകന് സിദ്ധിക്കുമാറ് അപേക്ഷിക്കുന്നു. എങ്ങനെയെങ്കിലും ഞങ്ങൾക്കിതെല്ലാം അവിടുന്ന് തരേണമേ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ശ്രീ ജഗദംബികായേ നമഃ. അമ്മേ ദേവി ശരണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്ലോകങ്ങൾ. യത്രാസ്തി ഭോഗോ ന ച തത്ര മോക്ഷഃ, യത്രാസ്തി മോക്ഷോ ന ച തത്ര ഭോഗഃ, ശ്രീസുന്ദരീ സേവന തത്പരാണാം ഭോഗശ്ച മോക്ഷശ്ച കരസ്തയേവ. ശ്ലോകങ്ങൾ 22 മുതൽ 25 വരെ. ഇദം സപ്തശതീധ്യാനം സർവരക്ഷാകരം നൃണാം, രസം രസായനം സിദ്ധ്യേത് ഗുളികാഞ്ജനസിദ്ധിദം, പാദുകായുഗളം സിദ്ധ്യേൻ മന്ത്ര സിദ്ധികരം നൃണാം, സൗന്ദര്യരാജസമ്മാന പുത്രപൗത്രാഭിവർദ്ധനം, ഐശ്വര്യലാഭവിജയ ഭുക്തിമുക്തിഫലപ്രദം, സദാ സന്നിഹിതാം ലക്ഷ്മീം ചണ്ഡികാം മമ ദേവതാം, സ്മരേന്നിത്യം പ്രയത്നേന ഷണ്മാസാത് പ്രാപ്യതേ ഫലം, മഹാഭയാപഹരണം ശത്രുക്ഷയകരം തഥാ. 26. അചലാം ശ്രിയമാപ്നോതി സർവവ്യാധിവിനാശനം, അന്തേ സ്വർഗം ച മോക്ഷം ച സത്യമേവ ന സംശയഃ, സത്യമേവ ന സംശയഃ. 27. പാഹി ത്വം ബ്രാഹ്മീ മാം നിത്യം മത്തമാതംഗഗാമിനി, ധവളീകൃതദിക്ചക്രേ ഹംസപുംഗവവാഹനേ. 28. കരുണാം കുരു മാഹേശി മഹേശകൃതവൈഭവേ. 29.
മയൂരപുങ്കവാരൂഢ വാഹനേ വരദായിനി. 30. വൈഷ്ണവീത്വം വരാരോഹേ ത്രാഹി മാം ചപലപ്രദേ വിഹംഗമകുലാധീശ വരവാഹന വൈഭവേ. 31. ഏഹി വാരാഹി മേ ഭൂത്യൈ ചക്ഷുഷോരിഹ മൃഗാംഗശകലോത്തംസേ മൃഗാധീശ്വരവാഹനേ. അതൊരിക്കൽ കൂടി ചൊല്ലാം. ഏഹി വാരാഹി മേ ഭൂത്യൈ പുരതശ്ചക്ഷുഷോരിഹ മൃഗാംഗശകലോത്തംസേ മൃഗാധീശ്വരവാഹനേ. 32. ഐന്ദ്രീന്ദ്രാണി ച മേ ഭോഗം ദൃഢീകുരുദയാനിധേ മാഹേശി പാദസംരബ്ധ വരവാരണവാഹനേ. 33. നിജമംഗം അമരിപോഃ ജഹി ത്വം മുണ്ഡമാലയാ ദർശയത്വം ചാമുണ്ഡേ ചണ്ഡിവിക്രമവിശ്രുതേ. 34. പ്രതപ്തഹേമാലങ്കാര പ്രഭാപൂരിതദിങ്മുഖാഃ പ്രാപ്തയേ വോ വിഭൂതീനാം പ്രസന്നാഃ സന്തു മാതരഃ. ഹരേ ദേവി നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ മഹാമായേ സർവാഭീഷ്ടതാരിണി മഹാമായേ കാത്തുരക്ഷിക്കണേ. ശ്രീ മഹാദേവ്യൈ നമഃ.